ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ എന്ത് ചെയ്യാൻ പോവാ? എന്താ മക്കളെ, അവളെ കണ്ടില്ലേ? അവളിവിടെ ഉണ്ട്. പക്ഷെ വിഷ്ണുവർദ്ധൻ. വിഷ്ണുവർദ്ധനോ? അതെ, അവനപ്പുറത്ത് നിന്നെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. ദ്രശ്യടുത്ത് ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യ? പക്ഷെ മോളെ, അതവൻ വിശ്വസിക്കൂ? ദ്രശ്യടുത്ത് ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. വേഗം. ഓക്കെ? ശരി മോളെ. ഹലോ സാറേ, ഇത് ഞാനാ, ത്രേസി എടുത്തി. എന്താ കാര്യം? സാർ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് വരണം. എന്താ കാര്യം എന്ന് വെച്ചാ പറ. ഞാൻ കുറച്ച് ബിസിയാ. സാറിനെ അന്വേഷിച്ചേ ഒരു പെങ്കൊച്ച് ഇവിടെ വന്നിട്ടുണ്ട്. പെങ്കൊച്ചോ? ഏത് പെങ്കൊച്ച്? അതൊന്നും എനിക്കറിയാൻ മേല. സാറിനെ കണ്ടിട്ടേ പോവുള്ളൂന്ന് പറഞ്ഞ ഒരേ ഇരിപ്പ. എന്നാ പിന്നെ അവൾ അവിടെ ഇരിക്കട്ടെ. അത് സാറേ, സാറേ ഈ മുമ്പ് ഇവളെ വിവാഹം കഴിച്ചിരുന്നെന്നോ കൊന്നെന്നോ മരിച്ചെന്നോ കാശ് തട്ടിയെടുത്തെന്നോ എന്തൊക്കെയോ അവള് പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സാർ ഇവിടെ എത്തിയില്ലെങ്കിലേ അവള് പോലീസ് സ്റ്റേഷനിൽ കാണാന്നാ പറഞ്ഞിരിക്കുന്നേ. ഹലോ, അവളെ വിടരുത്. ഞാൻ ഉടനെ വരാം. ദേ സാറേ, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ നോക്കിക്കോളാം. സാർ ഒന്ന് വേഗം വാ. ഞാൻ ഇപ്പൊ എത്തും. ഓക്കെ ഓക്കെ. മീര, ഞങ്ങളെ വരാൻ പറഞ്ഞത്. ആരാ നിങ്ങൾ? എല്ലാം പറയാം, വാ വരും. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വിഷ്ണുവർദ്ധനെ കല്യാണം കഴിക്കാൻ പോകുന്ന മീര എന്ന പെൺകുട്ടിയല്ലേ? അതെ. വിഷ്ണുവർദ്ധൻ മുൻപ് ആരെയെല്ലാം വിവാഹം കഴിച്ചിരുന്നു, ആരെയെല്ലാം കൊന്നുതള്ളി, അതൊക്കെ അറിഞ്ഞിട്ടാണോ വിവാഹത്തിന് മീര തയ്യാറായത്? അങ്ങനെ പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ യക്ഷിക്കഥകൾ കേട്ട് മനസ്സ് മാറുന്ന ആളല്ല ഈ മീര. വിഷ്ണുവിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് നിന്നെ ഏൽപ്പിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നത്. എനിക്കൊന്നും കാണും കേൾക്കും വേണ്ട. മേലാൽ ഇത്തരം തട്ടിപ്പുമായി എന്നെ വിളിച്ചു വരുത്തരുത്. അത് പറയാനാ ഞാൻ വന്നത്. എന്തായാലും വന്നതല്ലേ, ആ സ്ഥിതിക്ക് നീ ഈ സിഡികളും ഡോക്യുമെന്റ്സും ഒക്കെ ഒന്ന് കാണും. എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞല്ലേ? അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. കാണ്, കൊണ്ടുപോയി കണ്ട് രസിക്കും.
നിന്റെ പ്രതിശ്രുത വരന്റെ ലീലാവിലാസങ്ങൾ